ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ആണ്. ഫസ്റ്റ് തന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ, മെയിൻലി ഏതൊക്കെയാണ് അതിന്റെ പാർട്സ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഒരു സിംഗിൾ ഫേസ് AC സപ്ലൈ ആയിരിക്കും, അതുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിന്റെ പാർട്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൽ ഒരു പ്രൈമറി വൈൻഡിങ്ങും ഉണ്ടായിരിക്കും, ഒരു സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ടായിരിക്കും. പിന്നെ ഉള്ളത് മാഗ്നറ്റിക് കോർ ആണ്. മാഗ്നറ്റിക് കോർ കൂടെയാണ് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് പാസ് ചെയ്യുന്നത്. സെക്കൻഡറി വൈൻഡിങ്ങും ആയിട്ടായിരിക്കും ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ലോഡിലേക്ക് കറണ്ട് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ സെക്കൻഡറി വൈൻഡിങ് വഴിയാണ്. ഓക്കെ, ഇത്രയും പാർട്സ് ആണ് മെയിൻ ആയിട്ട് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിന് ഉള്ളത്. നമുക്കറിയുന്ന പോലെ തന്നെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. ദർ ആർ നോ റൊട്ടേറ്റിംഗ് പാർട്സ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം. മാഗ്നറ്റിക് കോർ സ്റ്റാറ്റിക് ആണ്. ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡ് ചെയ്തിട്ടുള്ളതും സ്റ്റേഷനറി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ കേസിൽ എന്താണ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്? സപ്ലൈ ആണ്, AC സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്, അതാണ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. അതായത് ഫ്ലക്സ് ആണ് AC ഫോമിൽ ഫ്ലക്ച്വേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫോമർ നമ്മൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFന്റെ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിരുന്നു. അപ്പൊ സ്റ്റാറ്റിക് ഡിവൈസ് ആണെന്ന് ഓൾറെഡി നമുക്ക് അറിയാം. ഈ സ്റ്റാറ്റിക് ഡിവൈസ് എന്താ ചെയ്യുന്നത്? ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റ് സർക്യൂട്ടിലേക്ക്, അതായത് പ്രൈമറി സൈഡിൽ നിന്ന് സെക്കൻഡറി സൈഡിലേക്ക് രണ്ട് വൈൻഡിങ്സ് തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് എന്ത് ചെയ്യുന്നത്? സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പവറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. വോൾട്ടേജ് ലെവൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാം, അതായത് വോൾട്ടേജ് കൂട്ടാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം, വോൾട്ടേജ് കുറയ്ക്കാം. ഫ്രീക്വൻസി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. ഓക്കെ, മെയിൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിന്റെ ഏതാണ്? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ്. നമുക്ക് ഇതിന്റെ വർക്കിംഗ് ഡിസ്കസ് ചെയ്യാം അല്ലെ. വർക്കിങ്ങില് പ്രൈമറി വൈൻഡിങ്ങിലേക്കാണ് നമ്മൾ എന്ത് സപ്ലൈ കൊടുത്തിട്ടുള്ളത്? സിംഗിൾ ഫേസ് സപ്ലൈ ആണ് കൊടുത്തിട്ടുള്ളത്, കാരണം ഇത് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ എന്ത് ചെയ്യും? AC കറണ്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങാം. അതിനുശേഷം ഉണ്ടാവുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ഫ്ലക്സ് ആയിരിക്കും. ഓക്കെ, AC നേച്ചറുള്ള ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ആണ് പ്രൈമറി വൈൻഡിങ്ങിലെ AC സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്നത്. ഈ ഓൾട്ടർനേറ്റ് ഫ്ലക്സ് സെക്കൻഡറി വൈൻഡിങ്ങുമായിട്ട് ലിങ്ക് ചെയ്യും. ഈ സെക്കൻഡറി വൈൻഡിങ്ങുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ച് വേരിയിങ് ഫ്ലക്സ് കാരണം ഒരു ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് സെക്കൻഡറി വൈൻഡിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെയാണ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. വർക്കിംഗ് അപ്പൊ ക്ലിയർ ആയല്ലോ. നമുക്കൊരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിന്റെ കേസിലുള്ള EMF ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. EMF ഇക്വേഷൻ ആണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ച് E ഈസ് പ്രൊപ്പോർഷണൽ ടു d∅dt ആണ്. നമ്പർ ഓഫ് ടെൻസ് n ഉണ്ടെങ്കിൽ E ഈസ് പ്രൊപ്പോർഷണൽ ടു n d∅dt എന്ന് എഴുതാൻ പറ്റും നമുക്ക്. അതിൽ തന്നെ ലെൻസസ് ലോയും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ E ഈക്വൽ ടു -n d∅dt എന്ന് വരും. കറക്റ്റ് അല്ലേ? ആ ഒരു ഫോമുലയിൽ നിന്നാണ് നമ്മൾ EMF ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. E1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻഡ്യൂസ്ഡ് EMF E1 ക്യാൻ ബി റിട്ടൺ ആസ് -d∅dt, where psi is the ഫ്ലക്സ് ലിങ്കേജ്. ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജിനെയാണ് പറയുന്നത്. ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് ഫ്ലക്സ് മൾട്ടിപ്ലൈഡ് വിത്ത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. അപ്പൊ ഇവിടുത്തെ കേസിൽ ഫസ്റ്റ് വൈൻഡിങ്ങിന്റെ പ്രൈമറി വൈൻഡിങ്ങിന്റെ കേസിൽ പറയുന്നുണ്ട് E1 ഇസ് ഈക്വൽ ടു എന്താന്ന് പറയാം? നമുക്ക് -n1 d∅dt ആണെന്ന് പറയാം. ഇനി നമ്മൾ AC സപ്ലൈ ആണ് കൊടുക്കണമെന്ന് നമുക്കറിയാം. AC സപ്ലൈയുടെ ഇക്വേഷൻ എഴുതാണെങ്കിൽ ഫൈനെ നമുക്ക് എങ്ങനെ എഴുതാം? φm എന്ന് പറയുന്നത് മാക്സിമം ഫ്ലക്സ് ആണ്. ഈ പീക്ക് ആണ് φm എങ്കിൽ നമുക്ക് AC സപ്ലൈന് ഫൈൻ എങ്ങനെ എഴുതാം? φm sin ωt എന്ന് എഴുതാം. അതില് ഫൈക്ക് പകരം അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ φm sin ωt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സൈനിന്റെ നമുക്കറിയാം ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് ആണ്. ഇവിടെ E1ന്റെ വാല്യൂ എന്ത് വരും? -n1 φm
ഇവിടെ ഒരു ഒമേഗ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത് സൈൻ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി ആണ് വരിക അല്ലെ. അപ്പൊ ഇവിടെ E1 ഈക്വൽ ടു മൈനസ് N1 ഒമേഗ ഫൈ എം കോസ് ഒമേഗ ടി എന്ന് എഴുതാം. ഇതിൽ മൈനസ് കോസ് ഒമേഗ ടിനെ നമുക്ക് സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് E1നെ നമുക്ക് എങ്ങനെ എഴുതാം? N1 ഇൻറ്റു ഒമേഗ ഇൻറ്റു ഫൈ എം ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു എന്ന് എഴുതാം. E1ന്റെ മാക്സിമം വാല്യൂ വിൽ ബി ഈക്വൽ ടു N1 ഇൻറ്റു ഒമേഗ ഇൻറ്റു ഫൈ എം ആയിരിക്കുമല്ലോ. സൈനിന്റെ ടേം വരുന്നത് 1 ആവുന്നതാണ് E1ന്റെ മാക്സിമം വാല്യൂ. അതിൽ ഒമേഗയുടെ വാല്യൂ നമുക്കറിയാം, ഒമേഗ ഈക്വൽ ടു 2πf ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ E1 മാക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? 2πf N1 ഇൻറ്റു ഫൈ എം എന്ന് എഴുതാം. ഇനി E1 മാക്സ് ഡിവൈഡഡ് ബൈ √2 ചെയ്തായിരിക്കും E1 RMS വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ E1 RMS എന്ന് പറയുന്നത് എന്ത് വരും? E1 max by √2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2πf N1 phi m divided by √2, which means this will be equal to √2 pi f N1 phi m. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ √2 പൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് 4.44 എന്ന് പറയുന്നത്. അപ്പൊ ഈ E1 RMS വാല്യൂ ആണ്, അത് ശ്രദ്ധിക്കണം. E1 ഇസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? 4.44 f N1 phi m ആണ്. സിമിലർലി E2ന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 4.44 ഫ്രീക്വൻസി സെയിം ആണ്, f N2 ആണ് നമ്പർ ഓഫ് ടേൺസ് വരുന്നത്, ഇൻറ്റു ഫൈ എം എന്ന് വരും അല്ലെ. ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടേൺസ് റേഷ്യോ എന്ന് പറയുന്നത്. E2 ഡിവൈഡഡ് ബൈ E1 ഇസ് ഈക്വൽ ടു, ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 4.44 f phi m രണ്ട് ഭാഗത്തുള്ളത് ക്യാൻസൽ ആയി പോകും. വി വിൽ ബി ഗെറ്റിംഗ് N2 ബൈ N1 വിച്ച് ഈസ് നോൺ ആസ് K ടേൺസ് റേഷ്യോ. E2 by E1 is equal to I1 by I2 is equal to K എന്ന് പറയുന്നതാണ് ടേൺസ് റേഷ്യോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ ട്രാൻസ്ഫോമർ ആണ്. ഇക്വലന്റ് സർക്യൂട്ട് നോക്കാനായിട്ട് നമുക്ക് ആദ്യം റെസിസ്റ്റൻസിന്റെ, പിന്നെ റിയാക്റ്റൻസിന്റെ, അതിനുശേഷം ഒരുമിച്ചുള്ള സർക്യൂട്ടിന്റെ അങ്ങനെ നോക്കിപ്പോവാം. അതാവുമ്പോൾ ഓർത്തു വെക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും എളുപ്പമുണ്ടായിരിക്കും. അപ്പൊ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ ട്രാൻസ്ഫോമറിൽ റെസിസ്റ്റർ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്രൈമറി വൈൻഡിങ്ങിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, R1 എന്നാണ് അതിന്റെ വാല്യൂ. സെക്കൻഡറി വൈൻഡിങ്ങിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതിന്റെ വാല്യൂ R2 എന്നാണ്. ഈ സെക്കൻഡറി വൈൻഡിങ്ങിലെ റെസിസ്റ്റൻസിനെ നമ്മൾ പ്രൈമറി സൈഡിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള വാല്യൂ ആണ് R2' എന്ന് പറയുന്നത്. ഇങ്ങനെ കൊണ്ടുവരുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് പവർ സെയിം ആയിരിക്കുമല്ലോ. I1² R2', അതായത് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇതിൽ കൂടെ പോകുന്ന കറണ്ട് I1 ആയിരിക്കുമല്ലോ. I1² ഇൻറ്റു R2' വിൽ ബി ഈക്വൽ ടു I2² ഇൻറ്റു R2, which means R2' is equal to I1 by I2 നെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? K എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ E2 by E1 ഈക്വൽ ടു I1 by I2 ഈക്വൽ ടു K എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കെയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ I2 by I1 എന്താണ്? 1/K അല്ലേ വരിക. അപ്പോൾ 1/K² ഇൻറ്റു R2 എന്ന് വരും, വിച്ച് മീൻസ് R2 ഡിവൈഡഡ് ബൈ K² ആണ് R2' എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ പ്രൈമറി സൈഡിലെ റെസിസ്റ്റൻസ് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? R1 അവിടുത്തെ റെസിസ്റ്റൻസ് പ്ലസ് സെക്കൻഡറി സൈഡിൽ നിന്ന് അല്ലെങ്കിൽ സെക്കൻഡറി വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് പ്രൈമറി സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വാല്യൂ ആണ് R2'. ആ R2'ന്റെ വാല്യൂ ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടുള്ളത്, വിച്ച് ഈസ് R2 ഡിവൈഡഡ് ബൈ K². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ RE1 ഈക്വൽ ടു R1 പ്ലസ് R2 ഡിവൈഡഡ് ബൈ K² എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസിനെ കൊണ്ടുവന്നത്. ഇതുപോലെ തന്നെയാണ് റിയാക്റ്റൻസിന്റെ കേസിലും വരുന്നത്. റിയാക്റ്റൻസിന്റെ കേസിലും എന്ത് വരും? X1 എന്ന് പറയുന്നത് പ്രൈമറി വൈൻഡിങ്ങിന്റെ റിയാക്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. X2 എന്ന് പറയുന്നതായിരുന്നു സെക്കൻഡറി വൈൻഡിങ്ങിന്റെ റിയാക്റ്റൻസ്. അത് പ്രൈമറി സൈഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിന്റെ വാല്യൂ X2' ആയെന്ന് വിചാരിക്കുക. X2' ആയി കഴിഞ്ഞാൽ ടോട്ടൽ
പ്രൈമറി സൈഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമുള്ള ടോട്ടൽ റിയാക്ടൻസ് വിൽ ബി ഈക്വൽ ടു x1 പ്ലസ് x2 ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു x1 പ്ലസ് x2 ബൈ k സ്ക്വയർ ആയിരിക്കും, where k is the turns ratio. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ടോട്ടലി ഇംപിഡൻസ് ZE1 എങ്ങനെ എഴുതാം? RE1 പ്ലസ് XE1 എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. അതില് RE1 വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, വിച്ച് മീൻസ് R1 പ്ലസ് R2 ബൈ k സ്ക്വയർ. XE1 വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് x1 പ്ലസ് x2 ബൈ k സ്ക്വയർ. അപ്പോ ടോട്ടൽ ഇംപിഡൻസ് Z നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ? ഇനി ഇക്വാലന്റ് സർക്യൂട്ട് വരുമ്പോ എന്തൊക്കെ വരുന്നുള്ളതാണ്. റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും വരുന്നത് നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു, അതാണ് ടോട്ടൽ ഇംപിഡൻസ് ആയിട്ട് വരിക എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പൊ എന്തായാലും റെസിസ്റ്റൻസ് R1 ഉണ്ട്, പ്രൈമറി വൈൻഡിങ്ങിന്റെ തന്നെ ഇൻഡക്റ്റൻസ് X1 അല്ലെങ്കിൽ റിയാക്ടൻസ് X1 ഉണ്ട്. പ്രൈമറി സൈഡിലേക്ക് സെക്കൻഡറി വൈൻഡിങ്ങിനെ കൊണ്ടുവന്നപ്പോ ഉള്ള റെസിസ്റ്റൻസ് ആണ് R2 ഡാഷും റിയാക്ടൻസ് ആണ് X2 ഡാഷ് എന്ന് പറയുന്നത്. അതുകൂടെ പോകുന്ന കറണ്ട്, പ്രൈമറി വൈൻഡിങ്ങിൽ പോകുന്ന കറണ്ട് I1 ആയിരിക്കും, അതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് V1 ആയിരിക്കും. ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ് E1 ആയിരിക്കും. ഇവിടെ വരുന്ന കറണ്ട് I2 ഡാഷ് ആയിരിക്കും, വിച്ച് വിൽ ബി I2 ഡിവൈഡഡ് ബൈ K, ആൻഡ് ഇവിടെ വരുന്ന വോൾട്ടേജ് വിൽ ബി V2 ഡിവൈഡഡ് ബൈ K. ഇത് നമ്മൾ സെക്കൻഡറി സർക്യൂട്ടിനെ അല്ലെങ്കിൽ സെക്കൻഡറി വൈൻഡിങ്ങിലുള്ളതിനെല്ലാം റെഫേർഡ് ടു പ്രൈമറി ആക്കിയതിന് ശേഷമുള്ള ഇക്വലന്റ് സർക്യൂട്ട് ആണ്. ഇത് കൂടാതെ ഒരു പാർട്ടും കൂടെ വരും, അതായത് നോ ലോഡ് കറണ്ട്. I0 എന്ന് പറയുന്നത് നോ ലോഡ് കറണ്ട് ആണ്. ആ നോ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് രണ്ടായി ഡിവൈഡ് ചെയ്ത് പോകുന്നതായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒന്ന് വർക്കിംഗ് കറണ്ട് IW വിച്ച് വിൽ ബി പാസിംഗ് ത്രൂ പ്യുവർ റെസിസ്റ്റൻസ് എന്നാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെയുള്ളത് പറയുന്നത് മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ആണ്. മാഗ്നറ്റൈസിങ് കമ്പോണന്റ് എന്താണ്? ഇൻഡക്റ്റൻസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ റിയാക്ടൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വർക്കിംഗ് കമ്പോണന്റും മാഗ്നറ്റൈസിങ് കമ്പോണന്റും ആയിട്ട് രണ്ടായിട്ട് നോ ലോഡ് കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകും എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടെ ഇവിടെ വരും. അപ്പോൾ ടോട്ടൽ ഈക്വലന്റ് സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ടാവും? പ്രൈമറി സൈഡിലെ ഇംപിഡൻസ്, അതായത് R1ഉം X1ഉം വന്നിട്ടുണ്ട്. പിന്നെ നോ ലോഡ് കറണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വർക്കിംഗ് കറണ്ടും മാഗ്നറ്റൈസിങ് കറണ്ടും ഒരെണ്ണ റെസിസ്റ്റൻസിൽ കൂടെ ഒരെണ്ണ ഇൻഡക്റ്റൻസിൽ കൂടെ പോകുന്ന തരത്തില് സെക്കൻഡറി വൈൻഡിങ്ങിന്റെ പാരാമീറ്റേഴ്സിനെ പ്രൈമറി സൈഡിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള വാല്യൂസ് ആണ് R2 ഡാഷ് ആൻഡ് X2 ഡാഷ് എന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ വരുന്ന കറണ്ടും വോൾട്ടേജ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്യാം. അതായത് നോ ലോഡ് കറണ്ട് പ്രൈമറി റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കഴിഞ്ഞിട്ടായിരുന്നു എടുക്കുന്നുണ്ടായിരുന്നത്. അതിനെ നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരികയാണ്. ബാക്കിയുള്ള റെസിസ്റ്റൻസിന്റെയും ഇൻഡക്റ്റൻസിന്റെയും എല്ലാ ടേമിനും ഒരുമിച്ചാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അപ്രോക്സിമേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയൊരു എറർ ഉണ്ടായിരിക്കും, എന്നാലും നമ്മൾ അപ്രോക്സിമേഷൻ ചെയ്യുമ്പോൾ എന്തുവരും? ആദ്യം വരുന്ന നോ ലോഡ് കറണ്ട് I0 എന്ന് പറയുന്നത് വർക്കിംഗ് കറണ്ടും മാഗ്നറ്റൈസിങ് കറണ്ടും ആയിട്ട് പോയി R0 കൂടെയും അതുപോലെ X0 കൂടെയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടോട്ടൽ ഏതൊക്കെ ഉണ്ടാവും? പ്രൈമറി സൈഡിലെ R1 ഉണ്ടായിരിക്കും, സെക്കൻഡറി സൈഡിൽ നിന്ന് പ്രൈമറി സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള R2 ഡാഷ് ഉണ്ടായിരിക്കും. R2 ഡാഷ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? R2 ഡിവൈഡഡ് ബൈ K സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ റിയാക്ടൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ X01 എന്നാണ് നമ്മൾ അതിന് പേര് കൊടുക്കുന്നത്. വെച്ചാൽ X01 ഏതൊക്കെ ഉണ്ട്? പ്രൈമറി സൈഡിൽ X1 ഉണ്ട്. X2 ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? X2 ഡാഷ് വിൽ ബി ഈക്വൽ ടു X2 സെക്കൻഡറി വൈൻഡിങ്ങിനെ പ്രൈമറി സൈഡിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് X2 ഡിവൈഡഡ് ബൈ K സ്ക്വയർ എന്നുള്ള വാല്യൂ. അപ്പോ ടോട്ടലി നമുക്ക് സർക്യൂട്ട് എന്തൊക്കെയാണ് വരിക? നോ ലോഡ് കറണ്ടിന്റെ പോർഷൻ വന്നു. അപ്പൊ ഈ ഒരു പോർഷൻ അതാണ്. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ റെസിസ്റ്റൻസും ടോട്ടൽ റിയാക്ടൻസും ആണ് വരുന്നത്. പ്രൈമറിയും സെക്കൻഡറിനെ പ്രൈമറി സൈഡിലേക്ക് റെഫർ ചെയ്തതിന് ശേഷവും വരുന്ന റെസിസ്റ്റൻസുകൾ രണ്ടും ആഡ് ചെയ്തിട്ടുള്ളതാണ് R01. റിയാക്ടൻസസ് രണ്ടും ആഡ് ചെയ്തിട്ടുള്ളതാണ് X01. അപ്പൊ ഇങ്ങനെയാണ് അപ്രോക്സിമേറ്റ് ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുന്നത്. ഇത് തന്നെ നമുക്ക്
ഒരു കാര്യം കൂടി ചെയ്യാം. ഇപ്പൊ നമ്മൾ ചെയ്തത് പ്രൈമറിയിലേക്ക് റെഫർ ചെയ്യാണ്, അതായത് സെക്കൻഡറി സൈഡിലുള്ള സെക്കൻഡറി വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസിനെയും ഇൻഡക്റ്റൻസിനെയും എല്ലാ പാരാമീറ്റേഴ്സിനെയും നമ്മൾ പ്രൈമറി സൈഡിലേക്ക് റെഫർ ചെയ്യാണ് ചെയ്തത്. ഇതുപോലെ തിരിച്ച് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് വരും എന്നുള്ളതാണ് ഈ ഈക്വലന്റ് സർക്യൂട്ട് കാണിക്കുന്നത്. അതായത് പ്രൈമറിയിൽ നിന്ന് നമ്മൾ സെക്കൻഡറി സൈഡിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ V1 എന്നുള്ളതിന് പകരം K ഇൻറ്റു V1 ആവും. ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് I1 ഡിവൈഡഡ് ബൈ K ആവും. ആദ്യം തന്നെ നോ ലോഡ് കറണ്ട് വരുന്നു I0, അതിന് വ്യത്യാസമൊന്നുമില്ല. വർക്കിംഗ് കറണ്ടും അതുപോലെ തന്നെ മാഗ്നറ്റൈസിങ് കറണ്ടും ആയിട്ട് തിരിഞ്ഞ് R0 കൂടിയും X0 കൂടിയും പാസ് ചെയ്യുന്നു. പിന്നെ വരുന്ന ടേം എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡറി സൈഡ് ആണ്, R02 ആൻഡ് X02. R02 എന്ന് പറയുന്നത് എന്തായിരിക്കും? R2 പ്ലസ് R1 ഡാഷ്. R1 ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ K² ഇൻറ്റു R1 ചെയ്തതായിരിക്കും. അതായത് നമ്മൾ പ്രൈമറി സൈഡിലുള്ള R1 റെസിസ്റ്റൻസിനെ സെക്കൻഡറി സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ K² ഇൻറ്റു R1 ആയി മാറും. അതുപോലെ തന്നെയാണ് X02ന്റെ കേസിലും X2 ഉണ്ടാവും, കൂടെ X1 ഡാഷ് ഉണ്ടാവും, വിച്ച് മീൻസ് X1 ഡാഷ് ഇസ് ഇക്വൽ ടു K² ഇൻറ്റു X1. അപ്പൊ ഇവിടെ R02ഉം X02ഉം മനസ്സിലായല്ലോ. പിന്നെ നമ്മുടെ കറണ്ടും വോൾട്ടേജും സെക്കൻഡറി സൈഡിലത്തെ V2 I2 ആയിട്ട് വരും. ഓക്കെ, അപ്പൊ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിന്റെ പാർട്സ്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിള്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ EMFന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ടേൺസ് റേഷ്യോ ഡിഫൈൻ ചെയ്തു. പിന്നെ അപ്രോക്സിമേറ്റ് ഈക്വലന്റ് സർക്യൂട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഡിസ്കസ് ചെയ്ത പോർഷനിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Signing off, your study partner Click. Focus on what really matters.